ഹായ്, പുതിയൊരു മിനിയേച്ചർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത്തവണ മിനിയേച്ചർ ചെയ്യുന്നത് മലയാറ്റൂർ പള്ളിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് A to Z കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഇടയ്ക്ക് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലായില്ല എന്ന് വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചോക്ക് ഉപയോഗിച്ച് ഇത്തരം വർക്കുകൾ ചെയ്യുന്ന സമയത്ത് കഴിവതും ഒരു ഗ്ലൗസ് യൂസ് ചെയ്യുക. കാരണം സ്കിൻ ഇറിറ്റേഷന് ചാൻസ് കൂടുതലുള്ളത് കൊണ്ടിട്ട് തന്നെ അത് ഒഴിവാക്കുക. അതുപോലെ ഈ ഗ്ലാസ് പുട്ടി എന്താണെന്ന് അറിയാത്തവർക്ക് ഇത് ഹാർഡ്വെയർ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ചോക്ക് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് ക്ഷമയില്ലാത്തത് കൊണ്ടിട്ടോ ചെയ്യുന്ന വർക്ക് ശരിയാഞ്ഞിട്ടോ ഒന്നുമല്ല. അത് ചോക്ക് എന്ന് പറയുന്നൊരു മെറ്റീരിയൽ അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നിരവധിയായ തവണ ചെയ്ത് നോക്കുക, അത് ശരിയായിരിക്കും. അതുപോലെ തന്നെ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഡീറ്റെയിലിംഗ് കൊടുത്ത് അതിനൊരു പെർഫെക്ഷൻ വന്നിട്ടേ ഞാനത് അവസാനിപ്പിക്കും, അങ്ങനെയുള്ള അത്തരം പിടിവാശികളോ അത്തരം ചിന്തകളോ ഒന്നും വേണ്ട. നമ്മൾ ചെയ്യുന്നൊരു ഒബ്ജക്റ്റ് ഒരാൾക്ക് കാണുന്ന സമയത്ത് ഇത് ഇന്നതാണ് എന്ന് മനസ്സിലാകുന്ന ആ ഒരു പോയിന്റിലെത്തുമ്പോഴേക്കും നിർത്തിയേക്കുക. കാരണം നമ്മളിതിൻ്റെ പുറകെ ഒരുപാട് ഡീറ്റെയിലിംഗ് കൊടുക്കുന്ന സമയത്ത് ഈ വർക്ക് തീരെയില്ല. നമ്മളതിൻ്റെ പുറകെ നമ്മൾ മറ്റൊരു വർക്കിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അത് ഓക്കെ ആണെന്ന് തോന്നുന്ന ആ ഒരു പോയിന്റിലെത്തുന്ന സമയത്ത് അതങ്ങോട്ട് നിർത്തിയേക്കുക, ആ വർക്ക് അവിടെ വെച്ച് ഫിനിഷ് ചെയ്തേക്കുക. അത്രേ ഉള്ളൂ. ഇത് പള്ളിയുടെ പുറകുഭാഗമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആനകുത്തിയ ഭാഗം അതിപ്പോഴും പഴയതുപോലെ തന്നെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നതാണ്. ഇപ്പോൾ ആ പോർഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കളറുകളെല്ലാം തന്നെ അക്രലിക് കളറുകളാണ്. ഏറ്റവും നമുക്ക് ഫോം ഷീറ്റുകൾ വരുന്ന സ്ഥലങ്ങളിൽ കഴിവതും അക്രലിക് കളർ തന്നെ യൂസ് ചെയ്യുക. ഇതുപോലുള്ള ചെറിയ ചോക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അത് ഒടിഞ്ഞു പോകും. കാരണം ചെറിയ ഡിസൈൻസുകളാണ്. അപ്പോൾ നമുക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടിട്ടാണോ ചെയ്തത് ശരിയാഞ്ഞിട്ടാണോ അങ്ങനെയൊന്നുമല്ല. നമ്മളത് വീണ്ടും ട്രൈ ചെയ്യുക. അപ്പോൾ അത് നമ്മളുടെ വരുത്തിക്ക് പതുക്കെ ചോക്ക് നമ്മുടെ വരുത്തിക്ക് വരും. പിന്നെ അത് ഒരു തരത്തിലൊടിയില്ല. കാരണം നിങ്ങൾ കണ്ടിട്ടില്ല, യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ചോക്ക് കാർവിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളുടെ വളരെ മൈന്യൂട്ടായിട്ടുള്ള മൈക്രോസൈസ് വർക്കൊക്കെ ചെയ്യുന്നു. അതുപോലെ പതുക്കെ ചെയ്ത് ശീലിച്ച് വരുമ്പോഴേക്കും അത് കയ്യിലിണങ്ങിക്കോളും. അപ്പോൾ ചെറിയ ഡിസൈനൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒടിഞ്ഞു പോയി, ഞാൻ ചെയ്തിട്ട് ശരിയാകുന്നില്ല, പല അളവിലായിപ്പോയി, അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. അത് പതുക്കെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ വരുത്തിക്ക് കൊണ്ടുപോകും. കളറിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കഴിവതും ഇത്തരത്തിലുള്ള പോയിന്റ് ബ്രഷുകൾ മാത്രം യൂസ് ചെയ്യുക. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിൽ നമുക്ക് ആ കളറിങ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബ്രഷുകൾ യൂസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിവതും വലിയ ബ്രഷുകൾ യൂസ് ചെയ്യാതെ ഇതേപോലുള്ള പോയിന്റ് ആയിട്ടുള്ള ബ്രഷുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന വർക്ക് കുറച്ചും കൂടിയിട്ട് അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ബ്രഷുകൾ യൂസ് ചെയ്യും. എങ്കിലും നമ്മൾ പള്ളിയുടെ ഏറ്റവും താഴെ ഭാഗം തറയുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ അതുപോലെ ഒരു ഗ്രേ ഷെയ്ഡ് കളർ അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വർക്ക് ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ പള്ളിയുടെ കുരിശ് കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പണിയെല്ലാം പൂർത്തിയായി. ഇനി ചെറിയ രീതിയിലുള്ള കളറിങ്ങുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, എല്ലാ പരിപാടിയും തീർന്നു. പിന്നെ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെ ഇടുന്നു. അങ്ങനെ നമ്മൾ ചെയ്തെടുത്ത മിനിയേച്ചർ പള്ളിയുമായിട്ട് ഇപ്പോൾ മലയാറ്റൂർ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മിനിയേച്ചർ ചെയ്ത അതിൻ്റെ ഒറിജിനൽ അടുത്തേക്ക് അതുമായിട്ട് പോകുന്നത്. എന്തായാലും ഇതൊരു പുതിയൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഇനിയും തുടർന്ന് വീഡിയോക്ക് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുകളായിട്ട് ഇനിയും വരാം.